റിലാക്സ്, മെഡിറ്റേഷൻ, അതിൽ നിന്നൊക്കെയെല്ലാം സാഹചര്യങ്ങൾ നിമ്നോന്നതമാണെങ്കിലും നമുക്ക് മനസ്സിൻ്റെ ഒരു സമനില കൈവരിക്കാൻ പറ്റും. പക്ഷെ അതല്ല സുവിശേഷത്തിൻ്റെ സമനില എന്ന് പറയുന്നത്. സുവിശേഷത്തിൽ സംതൃപ്തിയാണ്. അത് പരിശുദ്ധാത്മാവായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താ കാര്യം? അത് ഇപ്പം യോഗ അതുപോലെയുള്ള എല്ലാം എക്സർസൈസാണെന്നാണ് ബൈബിൾ പറയണത്. 1 തിമോത്തി 4:8 ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. ശാരീരികമായ പരിശീലനം കൊണ്ട് ഇപ്പം ബ്രീത്തിങ് എക്സർസൈസ് ഇല്ലേ, അതുപോലെയൊക്കെ എക്സർസൈസ് കൊണ്ട്, യോഗ കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. പിന്നെ എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. അതായത് ഈ ശരീര പരിശീലനം ഉണ്ടെന്ന് പറഞ്ഞാൽ ആത്മീയത എന്ന് പറയാൻ പറ്റത്തില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് ആത്മീയത. റോമ 8:14 എടുത്ത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇത് കണക്ട് ചെയ്യേണ്ട എങ്ങനെയാ വെച്ചാൽ, നമ്മൾ സുവിശേഷവിധ ആത്മീയത എന്ന് പറയണത് ഈ നമ്മൾ കൈവരിക്കുന്ന സമനില, ഏത് സാഹചര്യത്തിലും വരുന്ന മനസ്സിൻ്റെ സമനിലയല്ല ശരിക്കും. അതല്ല ആധ്യാത്മികത. ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് ആത്മീയത. അത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്. എന്താണ്? ഏത് സാഹചര്യത്തിലും 4:11 പറഞ്ഞില്ലേ, ഫിലിപ്പിയർ 4:11, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോട് ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഈ പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ലഭിച്ചിരിക്കുന്നത്? അതായത് ഈശോ പറഞ്ഞില്ലേ, ഈ വെള്ളം കുടിക്കണവന് ഇനി അതൃപ്തി ഉണ്ടാകും. സംതൃപ്തിയാണല്ലോ വിഷയം. ഈ വെള്ളം കുടിക്കണവന് ഇനി അതൃപ്തി ഉണ്ടാകും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് അതൃപ്തി ഉണ്ടാകത്തില്ല, എന്നുവെച്ചാൽ സംതൃപ്തി ഉണ്ടാകുമെന്നാണ്. യോഹന്നാൻ 4:13 എടുത്തേ. യേശു പറഞ്ഞു യോഹന്നാൻ 4:13 യേശു പറഞ്ഞു, ഏവനും വീണ്ടും ദാഹിക്കും. അസംതൃപ്തി ഉണ്ടാകുമെന്നാണ്, തൃപ്തി ഉണ്ടാകത്തില്ല എന്നാണ്, വീണ്ടും ദാഹിക്കുമെന്നാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഫിലിപ്പിയർ 4:11 എന്താണ്? ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സംതൃപ്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ക്രിസ്തീയ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. അത്യപൂർവ ദൈവാനുഭവം